മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹത്തിനൊപ്പം അവിടെ നിന്നും എത്തിയ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് ചേട്ടാ സംഭവിച്ചത്? സംഭവിച്ചത് വെട്ടിക്കൊന്നു, കൊലപാതകം. ഗോയ കോളനി വെച്ചിട്ട് ഇതിന് മുന്നും സരിത പറഞ്ഞ പെൺകുട്ടിയെ കൊന്നതാണ്, വെട്ടിക്കൊന്നതാണ്. ഈ ചന്താമര പറയുന്ന ഇതേ പ്രതി കൊന്നതാണ്. പക്ഷേ ഇതിലും ചന്താമര ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. ദൃക്സാക്ഷികളൊന്നും ഉണ്ടായില്ല. സാക്ഷികളൊന്നുമില്ല, പക്ഷെ ഇതേപോലെയായിരുന്നു നേരത്തെ. ഈ ഈ ചന്താമരക്ക് എന്താ ഇവരുമായി ഇത്ര വ്യക്തിവൈരാഗ്യം വരാൻ? വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. ഇയാളൊരു മാനസിക രോഗിയാണ്. അതായത് നമ്മൾ വെളിയിൽ പറയാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയും കൊണ്ട് നടക്കുന്ന ഒരാളാണ്. സ്വന്തം കൂടെ ഉള്ള മക്കളും ഭാര്യ പോലും ഇയാളുടെ കൂടെ ഇരിക്കാൻ പേടിയായിട്ട് അവർ മാറിപ്പോയിരുന്നു, ഇയാളെ ഒഴിവാക്കിയിട്ട് മാറിപ്പോയിരിക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആളുകൾ ജാമ്യം ഇറങ്ങി വന്നപ്പോൾ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആളുകൾ പറഞ്ഞു നമുക്ക് പരാതി കൊടുക്കണം, ഇവിടെ ഇരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരാതി കൊടുത്തു. പക്ഷെ അങ്ങനെ പോയാൽ പോലീസുകാർക്കൊരു ഇതൊക്കെ ഉണ്ടാവും, പരിധി ഉണ്ടാവുമല്ലോ. ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിൽ നിന്ന് വരാനുള്ള റൂൾസും ജനാധിപത്യ രാജ്യമല്ലേ ഇത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു, ഇരുന്നു, കൊന്നു, വീണ്ടും കൊന്നു. 2019 പരാതി കൊടുത്തോട്ടെ അമ്മ. പോലീസിനും പരാതി കൊടുത്തു. പഞ്ചായത്ത് സെക്രട്ടറിക്ക്, നെന്മാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്താണ്. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. ഇയാൾ മാറ്റി ഇവിടെ ഇരുത്താൻ പറ്റില്ല, മാറ്റി താമസിക്കണമെന്ന് അവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ഭീതിയുണ്ട്, വീണ്ടും ആളുകളെ കൊല്ലുന്നുള്ള ഭീതിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്താണ് ഈ പരാതി തരുന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ഒപ്പ് മേടിച്ച് നമ്മൾ പരാതി കൊടുത്താണ്. പക്ഷേ 2019 സുധാകരൻ്റെ ഭാര്യനെ കൊന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നുമില്ല, ഒരു റീസണും ഇല്ല. ചെറിയ മാനസിക രോഗം. ഇയാളുടെ വീട്ടിന് ഉമ്മർത്തുന്ന ഇവർ എപ്പോഴെങ്കിലും ഒരു അമ്പലത്തിൽ പോകാൻ പറ്റില്ല, ഡ്രസ്സ് മാറിയിട്ട് വേറെ സംഭവങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ അടുത്ത വീടാണ്. അടുത്ത വീടാണ്. ഉമ്മമ്മയുടെ വീട്ടിൽ ചന്താമരൻ്റെ വീട്ടിൽ ചന്താമരൻ്റെ ഭാര്യ, മകള്. ഇപ്പം അവരൊന്നും ഇരിക്കണില്ല അവിടെ. ഇയാളുടെ കൂടെ ഇയാളെ ഒറ്റയ്ക്കാണ് ഇരിപ്പോയി. ഇയാളെ പേടിച്ചിട്ട് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പരോളിൽ ഇറങ്ങിയിട്ട് പരോളിറങ്ങി 3 മാസം കഴിഞ്ഞു. അപ്പോഴേ ഈ നാട്ടിലെ പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോഴും ആളുകൾക്ക് ഭീതിയുണ്ട് അവിടെ. ഇയാളെങ്ങനെ ചെയ്യുന്നുള്ളൊരു ഭീതിയുണ്ട്. ഇയാളൊരു മാനസിക രോഗിയാണല്ലോ, അതുകൊണ്ടൊരു ഭീതിയുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെ സംഭവം. നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ കാഴ്ച കണ്ടത്. റോഡിലാണ് വീട്ടിനുമ്പുറത്തെ റോഡിലാണ് കിടന്നത്. 2 പേര്, ഒരാൾ ഓൾറെഡി ദത്താണ്, പിന്നെ ഒരാൾ ജീവനുണ്ടായിരുന്നു, കിടന്ന് പടയുണ്ടായിരുന്നു. അമ്മ കിടന്ന് പടയുണ്ടായിരുന്നു. അങ്ങനെ പടയുമ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അവർ ആംബുലൻസ് വിളിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേഗം ഈ ആംബുലൻസിൽ കയറ്റി ഈ ലക്ഷ്മി എന്ന അമ്മയെ നെന്മാറ ആശുപത്രി എത്തി. അവിടെ ഡോക്ടർ പറഞ്ഞു മരിച്ചു എന്ന് പ്രഖ്യാപിക്കണം. അപ്പം തന്നെ ഉള്ളിൽ പ്രതിനെ കണ്ടില്ല, പ്രതിയൊന്നും കണ്ടിട്ടില്ല, അവിടെ ഉളവിലാണ്. ഇത്തരത്തിൽ നാട്ടിൽ ഒരു ഭീതി തന്നെയായിരുന്നു ചന്താമരനെ കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായത്തിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. കാരണം മുൻപ് ഇത്തരത്തിൽ പ്രതിയുടെ ഭാഗത്ത് നിന്ന് പരോളിലിറങ്ങിയ സമയത്തടക്കം ഈ ഭീഷണികളും അതേപോലെ തന്നെ 2019 ഈ കൊലപാതകം നടത്തുന്നതിന് മുൻപും ഇതേപോലെ സമാനമായ രീതിയിൽ നാട്ടുകാർക്കൊക്കെ ഒരു വലിയ ശല്യക്കാരനായിരുന്നു ചന്താമര എന്ന കാര്യമാണ് ഇപ്പോൾ ഈ കൊലപാതക നടന്ന വീടിനടുത്തുള്ള നാട്ടുകാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കൊലപാതകം നടന്നത് എന്നാണ് ഇവരും വ്യക്തമാക്കിയിട്ടുള്ളത്. 2 പേരും വീടിന് മുൻപിലുള്ള റോഡിൽ ആണ് വെട്ടേറ്റ നിലയിൽ കാണപ്പെട്ടത്. പ്രതി ചന്താമര തന്നെ എന്ന് ഇവരും ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം ഇവർക്ക് നിലവിൽ ഈ വീട്ടുകാരുമായിട്ട് ശത്രുത ഉള്ള ആളാണ്. 2019 മുതൽ വ്യക്തിവൈരാഗ്യമുള്ള ആളാണ് ചന്താമര. ആ സമയത്താണ് ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യയെ 2019 കൊല ചെയ്തത്. അതിനുശേഷം ആ ശിക്ഷാവിധിയിൽ ജയിലിൽ കഴിയവെയാണ് ഇപ്പോൾ 3 മാസത്തോളമായി പരോളിൽ ഇറങ്ങിയിട്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്.